മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞു മരിച്ച് അനന്തുവിൻ്റെ വീട്ടിൽ കൂട്ടക്കരച്ചിൽ ഉണ്ടാവുന്നതും കാത്തു നിൽക്കുന്ന നമ്മളുടെ കരുണയ്ക്കും പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും അതുപോലെ ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആ ഒരു അമ്മയുടെ കയ്യിൽ വിഷം കൊടുത്തു വിടുന്ന അവരുടെ മകനും നല്ല തിരിച്ചടി തന്നെ ആ സിദ്ധയായ അമ്മയും മാർക്കോയും ചേർന്ന് കൊടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും അവർക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ. പക്ഷേ മകൻ്റെ മരുമകളുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ അവർ ആ വിഷവും വാങ്ങിക്കൊണ്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരാണ്. എന്നിട്ട് അവിടെ വന്നതും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പം അവർ കുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്ന സമയത്ത് കുഞ്ഞ് വേഗം കരച്ചിൽ നിർത്തുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി ലേഖയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ലേഖയെ, ആ അമ്മ എടുത്തതും കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ മാറി എന്ന് പറയുമ്പം അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ കൂട്ടല്ല കുഞ്ഞുങ്ങളെ എടുക്കണേനൊരു തഞ്ചമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അതനുസരിച്ച് എടുക്കാനറിയാം. കുഞ്ഞ് കരയുന്നത് ശരിക്കും അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നുമ്പോഴാണ്, അതെന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ കരയണത്. ഞങ്ങളെപ്പോലെയുള്ള അമ്മൂമ്മമാർക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന്. ഈ സമയത്താണെങ്കിൽ ഇവരുടെ സംസാരം ലേഖയ്ക്ക് ഒട്ടും ഇഷ്ടമാവണില്ല. അത് കേട്ടിട്ട് ലേഖയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. അത് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ലേഖ അമ്മ നിന്നെ കുറ്റം പറഞ്ഞതൊന്നും അല്ല, അമ്മയുടെ അത്രയും അറിവൊന്നും നമുക്കില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ടല്ലേ കുഞ്ഞിനെ എടുക്കുന്നത്. അമ്മ എന്ന് പറയുമ്പം ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് നിന്നിട്ടുമുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഓരോ കുഞ്ഞിൻ്റെയും കരച്ചിൽ എന്തിനാന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലാവും. അതാ അമ്മ അങ്ങനെ പറഞ്ഞേ. അതിന് ലേഖ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പം ഈ ലേഖയാണെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ഞാൻ എടുക്കുന്നത് ശരിയാവണില്ല എന്നുള്ള രീതിയിലല്ലേ അമ്മ സംസാരിച്ച്, അതാ എനിക്ക് വിഷമം തോന്നിയെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന് ലേഖനെ മാത്രമല്ല അമ്മ പറഞ്ഞത്, എന്നെയും ചേർത്തല്ലേ, പിന്നെ എന്തിനാ ലേഖയെ നീ വിഷമിക്കണേന്ന് ചോദിക്കുമ്പം എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞ് ലേഖ അങ്ങോട്ട് പോകുന്നുണ്ട്. ലേഖ പോയി കഴിഞ്ഞതും ആ അമ്മ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ആ മോൾക്കൊരു കുഞ്ഞുണ്ടാവാത്തതിൻ്റെ വിഷമമുണ്ട് മോളെ, എന്തായാലും ഈശ്വരന്മാർ ആ മോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്വാമി വന്നില്ലേ, ആ സ്വാമി പറഞ്ഞിട്ടുണ്ട് ലേഖയ്ക്ക് അധികം വൈകാതെ തന്നെ കുഞ്ഞുണ്ടാവുമെന്ന്, അവൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഞങ്ങളുടെ മോള് അവൾക്ക് എന്നും മോള് തന്നെയായിരിക്കും, ഞങ്ങളുടെ മോൾക്ക് രണ്ടമ്മമാരാണ് ഉള്ളത്, എന്തായാലും ഒരിക്കലും ഞങ്ങളുടെ മോളെ ഞങ്ങൾ ലേഖയിൽ നിന്നോ അനന്തവേട്ടനിൽ നിന്നോ അകറ്റില്ല. എന്നേരം ആ അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഒരു മോളെയും അതിൻ്റെ കൂട്ടുകാരിനെയും കരയിക്കാനാണല്ലോ എൻ്റെ മകൻ പറഞ്ഞേക്കണത്, ഞാനത് അങ്ങനെ ചെയ്യും, ഭഗവാനെ എനിക്ക് മാപ്പ് തരണേ, എന്നോട് പൊറുക്കണേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോൾ ഉറങ്ങിയിട്ടുണ്ട്, ഇനി എന്തായാലും ഞാൻ ബാക്കിയുള്ള ജോലികൾ എന്താണെന്ന് വെച്ചാൽ തീർക്കട്ടെ മോളെ എന്നും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ആ ഒരു ഗുണ്ടയെ വിളിക്കുന്നുണ്ട്. ഗുണ്ട ഫോൺ എടുത്തതും എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും കാര്യങ്ങൾ വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പം അമ്മ പോയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് സമയങ്ങൾക്കകം വിവരങ്ങൾ അറിയാൻ പറ്റും, നിൻ്റെ അമ്മ അതിനെ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം ആദ്യമൊന്നും അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അമ്മ ഒരുപാട് കരയും വിഷമിക്കുകയും ഒക്കെ ചെയ്തു, പിന്നീട് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും നിർബന്ധത്തിന് അമ്മ വിഷം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇനി നിൻ്റെ അമ്മ ആ വിഷം കൊടുക്കാതെ ഞാൻ ഇരിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ല, ആ വിഷം കൊടുക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷം കുടിച്ച് ഞാനും എൻ്റെ ഭാര്യയും മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ പറഞ്ഞ വാക്ക് പാലിക്കും, എന്തായാലും കുഞ്ഞിനൊന്ന് വിഷം കൊടുത്തിട്ട് അമ്മ വരുള്ളൂ. അന്നേരം പ്രതാപം പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ നിനക്ക് തരാം, നീ പ്രതീക്ഷിക്കുന്ന ഒരു തുകയൊന്നും ആയിരിക്കില്ല, നീ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും ഞാൻ തരാൻ പോകുന്നത്, ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് വേണം എനിക്കും എൻ്റെ മോൾക്കും ഒന്ന് സന്തോഷിക്കാമെന്ന്. എന്നാൽ ശരി സാറേ എന്നും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചതും പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായിടാ പ്രതാപ, ഇന്നെങ്കിലും വല്ലതും നടക്കുമോ, നമ്മളുടെ കുഞ്ഞിന് ഇന്നെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ, എന്തായാലും അവന് ഉറപ്പ് തന്നിട്ടുണ്ട്, അവൻ്റെ അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പം അതിൽ വിഷം ചേർത്ത് കൊടുത്തോളൂ, ഇനിയിപ്പോൾ ആ വിഷത്തെയും ആ കുഞ്ഞ് അതിജീവിക്കുള്ള പ്രതാപമെന്ന് വയ്ക്കുമ്പോൾ ഒന്നും അറിയില്ല അമ്മേ, എന്തായാലും കുറച്ച് സമയത്തിനകം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഇങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണയുടെ കോള് വരുന്നുണ്ട്. കരുണയുടെ കോള് കണ്ടതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളാ വിളിക്കണത്, മോളുടെ ഫോൺ ഞാൻ എടുക്കൂല, മോളോട് ഞാൻ എന്താ പറയണേന്ന് വയ്ക്കുമ്പം അമ്മ എടുക്കുക, ഇല്ലെങ്കിൽ പിന്നെ മോൾ എന്നെ വിളിക്കും, ഞാനിവിടെ ഇല്ലയെന്ന് മോളോട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ ഫോൺ എടുത്തതും കരുണ ചോദിക്കുന്നുണ്ട്, എന്തായി മുത്തശ്ശി, ഇന്നെങ്കിലും എനിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാവോ? ആ കണ്ണനും മഹാലക്ഷ്മിയും കുഞ്ഞും ഭയങ്കര സന്തോഷത്തിൽ തന്നെ. അതുപോലെ തന്നെ എൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ, എൻ്റെ അമ്മായിമ്മ കണ്ണേട്ടനോട് പറയണത് എന്നെ ഉണ്ണിയേട്ടനെ ഇവിടുന്ന് പുറത്താക്കണമെന്നാ, അതെന്തിനാ അവൾ അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിക്കട്ടെ എന്നാണ് ഇപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനി എന്തായാലും ഇവിടെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല, എൻ്റെ ഭർത്താവിനെ മുത്തശ്ശിക്ക് അറിയാലോ, അയാൾ എനിക്ക് പോലും ചിലവിന് തരാൻ മനസ്സില്ലാത്ത ആളാണ്, പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ അയാൾ നോക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല, ഇപ്പം തന്നെ അയാൾ പറയണത് അച്ഛൻ്റെ ലോറികളെല്ലാം വിറ്റ് ആ പൈസ അയാളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാനാണ്, അപ്പോൾ അതിൻ്റെ പലിശ കൊണ്ട് അയാൾക്കും എനിക്കും ജീവിക്കാമെന്നാണ് പറയണത്. അന്നേരം അവൻ്റെ അമ്മ പറയുന്നുണ്ട്,
എന്നാലും അവൻ ഇതുപോലൊരു ദുഷ്ടനായി പോയല്ലോ മോനെ, ആ കണ്ണനൊക്കെ എത്ര നല്ലവനാ, ഇവനെന്താ ഇങ്ങനെയായി പോയെന്ന് ചോദിക്കുമ്പം അതാ മുത്തശ്ശി ഞാൻ പറഞ്ഞ അയാളുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിച്ച് മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന് താമസിച്ചോളാന്ന്. അപ്പം മുത്തശ്ശിക്കല്ലേ നിർബന്ധം അയാളുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന്. ഇപ്പം അയാൾ പറയണ കേട്ടില്ലേ, നമ്മളുടെ സ്വത്തെല്ലാം അയാൾക്ക് കൊടുക്കണമെന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ മോളെ, നമ്മളിതിൽ പെട്ടുപോയില്ലേ, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന. അങ്ങനെ ഈ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ അമ്മയെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും പറയണ കാര്യങ്ങൾ തന്നെയാണ്, പിന്നെ പുതിയതായിട്ട് ഒരു കാര്യവും കൂടി പറഞ്ഞു എന്ന് പറയുമ്പം അതെന്താണെന്ന് ചോദിച്ചതും അത് വേറെ ഒന്നുമല്ല, നിൻ്റെ ലോറിയൊക്കെ വിറ്റ് ആ പൈസ ഉണ്ണിയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക, ആ പൈസയുടെ പലിശ വാങ്ങി അവൻ കർണമോളെയും കുഞ്ഞിനെയും നോക്കിക്കോളാം എന്ന് പറയുമോ. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ പൊന്നമ്മ, അമ്മ എന്ത് വലിയ ചതിയെ ചെയ്തത്, അതുപോലെയുള്ളൊരു വൃത്തികെട്ടവനല്ലേ അമ്മയുടെ സ്വത്തും സ്വർണവും എല്ലാം കൊടുത്തത്, ഇനി അവൻ അതെല്ലാം വാങ്ങിയെടുത്തിട്ട് നമ്മളെ കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും അമ്മ അന്ന് ആ സ്ഥലം എഴുതി കൊടുത്ത വിവരം കരുണമോൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, കരുണമോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുമെന്ന് പോലും തോന്നണില്ല, അമ്മയുടെ സ്വത്തുണ്ടല്ലോ എന്ന് കരുതിയാ എൻ്റെ കുഞ്ഞ് ജീവിക്കണേന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ് പ്രതാപ, ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നിപ്പോയി, എന്നാലും അമ്മയ്ക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്കപ്പോൾ ആരോടും ചോദിക്കാൻ തോന്നിയില്ല, എൻ്റെ കുഞ്ഞ് അമ്മയാവാൻ പോവാന്ന് പറഞ്ഞപ്പം അവൾ ഉണ്ണിയുടെ കൂടെ തന്നെ താമസിക്കണമെന്ന് എനിക്ക് തോന്നി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, എന്നാലും ഇവൻ ഇപ്പോഴും വീണ്ടും വീണ്ടും നമ്മളുടെ മുതൽ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അവൻ കണ്ണനെ പോലെ ഒന്നും അല്ല അമ്മേ, അവനക്ക് സ്വത്തിനോടും പണത്തിനോടും മാത്രം ആർത്തി, അവൻ്റെ സ്വഭാവം ശരിക്കും ആ വാമദേവൻ്റെ മേഘനാഥൻ്റെ ആണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പ്രതാപ, എങ്ങനെയെങ്കിലും നമ്മളുടെ മോൾക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം, അതിന് ആ കുഞ്ഞിനെ ഒന്ന് കൊല്ലാൻ പറഞ്ഞിട്ട് ഇതുവരെ അത് നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അത് ഞാൻ നോക്കാഞ്ഞിട്ടാണോ അമ്മേ, ആ കള്ളസ്വാമി പോയിട്ട് അയാളാണെങ്കിൽ കണ്ണറിയാൻ പാടില്ലാതായി, അതുപോലെ തന്നെ ആദ്യം അയാൾ ആ കുഞ്ഞിനെ കൊല്ലാൻ പോയിട്ട് നമ്മൾക്കൊക്കെ ഉണ്ടായ അനുഭവം ഓർമ്മയില്ലേ, നമ്മളെല്ലാവരും ചൊറിഞ്ഞിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ, ഇനിയിപ്പോൾ അവൻ്റെ അമ്മേനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അതെന്താവുമെന്ന് അറിയില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധിയായ അമ്മേനെയാണ്. സിദ്ധിയായ അമ്മ മാർക്കോയോട് പറയുന്നുണ്ട്, ഇന്നും ആ കുഞ്ഞിന് നേരെ ഒരു വധശ്രമം നടക്കാൻ പോകുന്നുണ്ട്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട്, അത് ആരാ അമ്മയെന്ന് ചോദിക്കുമ്പം ഒരു നിരപരാധിയായ സ്ത്രീയാണ് അതിനിപ്പോൾ ഇരയായേക്കണേ, എന്തായാലും അവർക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷെ അവരുടെ മകനും മരുമകളും ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ഒരു കുഞ്ഞിനെ കൊല്ലണ കാര്യം ഏൽപ്പിച്ചേക്കണേ, അവർ മനസ്സില്ലാ മനസ്സോടെ അത് ഏറ്റേക്കണേ, അവർ ഭഗവാനെ വിളിച്ചിങ്ങനെ ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, പിന്നെ ഇതിനെ അവരിത് ഏറ്റേന്ന് ചോദിക്കുമ്പം അതല്ലേ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കണത്, എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, തിരിച്ചടി കിട്ടാൻ പോകുന്നത് ആ ഒരു അമ്മയ്ക്കല്ല, ആ അമ്മയെ ഇതിനു വേണ്ടി നിർബന്ധിച്ച അവരുടെ മകനും മരുമകൾക്കും പിന്നെ ആ പ്രതാപനും കരുണയ്ക്കും പ്രതാപൻ്റെ അമ്മയ്ക്കും തിരിച്ചടി കിട്ടാൻ പോണേന്ന്. സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ ആ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും ഒന്ന് പോയി കാണണമെന്ന് ചോദിക്കുമ്പം വേണം മാർക്കോ, നീ ഇന്ന് തന്നെ ആ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും പോയി കാണണം, എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നീ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാൻ ഇന്ന് തന്നെ പോയി ആ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും കണ്ടോളാന്ന്. പിന്നീട് ഈ ലേഹയുടെ വീട്ടിൽ വേലക്ക് വന്നേക്കണ ആ ഒരു അമ്മയാണെങ്കിൽ അടുക്കളയിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേഹ കുഞ്ഞ് കറിയ അമ്മയെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് റെഡിയാക്കി താന്ന് പറഞ്ഞതും ഇവരാദ്യം തന്നെ പാല് തിളപ്പിച്ചിട്ട് ലേഹ അങ്ങോട്ട് മാറിയ സമയത്ത് ഇവരുടെ കയ്യിൽ മകൻ കൊടുത്തു വിട്ടിരുന്ന ആ ഒരു വിഷം കുറച്ച് ആ പാലിലേക്ക് ഇട്ട് ഇളക്കി വെക്കുന്നുണ്ട്. ആ സമയത്ത് ആ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തന്നെയാണ്, ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ പോണത്, ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് അത് മാത്രമാണോ, അതിനൊരു പെറ്റമ്മ ഉണ്ട്, അതിലും കൂടുതലായിട്ട് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരു പോറ്റമ്മയുണ്ട്, ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ പെറ്റമ്മയുടെയും പോറ്റമ്മയുടെയും കരച്ചിൽ ഞാൻ കാണേണ്ട വരുമല്ലോ ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യാനാ ഭഗവാനെ, എനിക്ക് വേറെ ഒരു വഴിയില്ല, എന്തായാലും ഭഗവാൻ എന്നോട് പൊറുക്കണം എന്നൊക്കെ ഇങ്ങനെ ദൈവങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ പാലിൽ വിഷം ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇതേസമയം ലേഖ അങ്ങോട്ട് വന്നതും കുപ്പിയിലേക്ക് ഇവർ പാലൊഴിച്ച് ലേഖയുടെ കൈ കൊടുക്കുന്നുണ്ട്. ലേഖ പാൽ കൊടുക്കാൻ പോയിട്ട് കുഞ്ഞ് കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ ഒരു അമ്മയെ വിളിക്കുമ്പം അമ്മ എൻ്റെ കൈ കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊല്ലാനാണോ ഭഗവാനെ ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി തന്നെ കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്. ഈ സമയം കുഞ്ഞാണെങ്കിൽ പാല് നല്ലോണം കുടിക്കണമുണ്ട്. അത് കാണുമ്പോൾ ആ അമ്മയ്ക്ക് വീണ്ടും സങ്കടമാകുന്നുണ്ട്, കുഞ്ഞ് പാല് മൊത്തം കുടിക്കുമല്ലോ, ഇനിയിപ്പോൾ അധികം സമയം കഴിയാതെ തന്നെ കുഞ്ഞ് മരിച്ചു പോകുമല്ലോ ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് അവന് പാല് കൊടുക്കുന്നത്. അങ്ങനെ കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞതും
ഉറങ്ങുന്നുണ്ട്. വേഗം തന്നെ കുഞ്ഞിനെ തൊട്ടി കെടുത്തിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും അവരുടെ മകൻ വിളിക്കുകയാണ്. എന്തായി അമ്മ, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അമ്മ ചെയ്തു എന്ന് ചോദിക്കുമ്പം ഇവർക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഉവ്വാട, നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി വരുന്നതെല്ലാം ഞാൻ തന്നെ അനുഭവിക്കേണ്ട വരൂലേ, എന്നാലും നീ എന്നെയും കൊണ്ട് ഇത്രയും ഒരു ക്രൂരത ചെയ്യിക്കണ്ടായിരുന്നുടാ എന്ന് പറയുമ്പം അമ്മ പേടിക്കൊന്നും വേണ്ട, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എന്തായാലും ആ കുഞ്ഞ് ഇപ്പം തന്നെ ഒന്നും മരിക്കാൻ പോണില്ല, കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടേ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുള്ളൂ. അതിനു മുമ്പ് അമ്മ അവിടെ നിങ്ങൾ പോരെയെന്ന് പറയുന്നു. അന്നേരം ഇവരാണെങ്കിൽ ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ മകനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മകൻ വേഗം തന്നെ ഫോൺ എടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോൺ എടുത്തതും എന്തായടാ കാര്യം നടന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, കുഞ്ഞിന് വിഷം ചേർത്ത പാല് കൊടുത്തിട്ടുണ്ട്, കുഞ്ഞ് എന്നിട്ടത് കുടിച്ചോടാന്ന് ചോദിക്കുമ്പം അത് മൊത്തം കുടിച്ചെന്ന് അമ്മ പറഞ്ഞത്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യമെങ്കിലും കാര്യങ്ങൾ നടക്കുമായിരിക്കും ഇല്ലേടാന്ന് ചോദിക്കുമ്പോൾ അതിലെന്താ സാറേ ഇത്ര സംശയം, വിഷം ചേർത്ത പാല് കുഞ്ഞ് കുടിച്ചു എന്ന് അമ്മ പറഞ്ഞു, പിന്നെ എന്താ കുഴപ്പം, എന്തായാലും ഞാൻ പക്കറ്റ് സാറേ എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചതും ഈ പ്രതാപൻ്റെ അമ്മ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മേനെ കണ്ടതും പ്രതാപൻ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട്, അമ്മേ നമുക്ക് സന്തോഷിക്കാനൊരു വകുപ്പുണ്ടെന്ന്. അന്നേരം എന്താടാ കാര്യം നടന്നു എന്ന് ചോദിക്കുമ്പം വിഷം ചേർത്ത പാല് കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞു, കുഞ്ഞ് ഇതുവരെ മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അധികം വൈകാതെ മരിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, തൽക്കാലം നീ വിവരം കരുണമോളെ വിളിച്ച് പറയുകയൊന്നും വേണ്ട, ഇനി എങ്ങാനും അത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോൾക്ക് കൂടുതൽ സങ്കടമാവും, അതുകൊണ്ട് കാര്യം നടന്നതിന് ശേഷം മോളെ വിളിച്ച് പറഞ്ഞാൽ മതി. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അത് അത്രേ ഉള്ളൂ അമ്മയെന്ന്. ഇതേ സമയമാണ് നമ്മളുടെ മാർക്കോയുടെ ബുള്ളറ്റിൻ്റെ ഒച്ചേക്കണേ. ഇതാരെ ഇപ്പം ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മ നോക്കുന്ന സമയത്ത് കാണുന്നത് നമ്മളുടെ മാർക്കോനെയാണ്. മാർക്കോയെ വന്ന കണ്ടതും പ്രതാപൻ്റെ അമ്മയ്ക്ക് നല്ല പേടിയായിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, നീ എന്തെങ്കിലും പണി ഒപ്പിച്ചേർന്നോടാ, അതേ മാർക്കോയെ അല്ലെങ്കിൽ കൂടെ വന്നേന്ന് പറയുമ്പോൾ അവനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നെ, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാൻ നമ്മൾ ശ്രമിക്കണമെന്ന് അറിഞ്ഞിട്ട് അവൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാ അമ്മ അവനെ അറിയണേ, അതിന് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പം അതൊന്നും പറയാൻ പറ്റില്ലടാ, എന്തായാലും അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മാർക്കോ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി മഹാലക്ഷ്മിയുടെയും കണ്ണൻ സാറിൻ്റെയും കുഞ്ഞിനെ കൊല്ലാനുള്ള നിങ്ങളുടെ പ്ലാൻ വിജയിച്ചോ എന്ന്. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കുഞ്ഞിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും അതുപോലെ ഈ കുഞ്ഞ് മരിച്ച് അത് കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്ന കരുണയ്ക്കും തന്നെയാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അവർക്ക് സംഭവിക്കുന്ന തിരിച്ചടികൾ തന്നെയാണോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.